ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട്. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങൾ. ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. ഗുരുവായൂരിൽ തെരുവുനായ ശല്യം രൂക്ഷമായതോടെ പ്രശ്നപരിഹാരം കാണാൻ കേന്ദ്ര സർക്കാരിന് പ്രമേയം നൽകാൻ ഗുരുവായൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ അജണ്ടകൾ ആരംഭിക്കുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് KP ഉദയനാണ് വിഷയം ഉന്നയിച്ചത്. പേവിഷബാധയേറ്റപ്പെട്ട ഗുരുവായൂർ നിരവധി തവണ ഈ നായയുമായി ബന്ധപ്പെട്ട് തെരുവുനായുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ചർച്ച ചെയ്തു. ദിനംപ്രതി തെരുവുനായ ആക്രമണം വർദ്ധിച്ചു വരികയാണെന്നും ഇതിന് ശാശ്വതമായ പരിഹാരം നഗരസഭ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ കേന്ദ്ര നിയമം കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ചെയർമാൻ M. കൃഷ്ണദാസ് മറുപടി നൽകി. കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് തെരുവുനായ്ക്കളെ കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അനുവദിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ മന്ത്രി പറഞ്ഞ വിഷയം കേന്ദ്രം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ പ്രമേയം നൽകണമെന്നും ചെയർമാൻ പറഞ്ഞു. ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടാക്കിയെടുത്ത ഒരു നിയമം ഒരു കാരണവശാലും തെരുവുനായ്ക്കളെ കൊല്ലാൻ പാടില്ല എന്ന് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് ഞങ്ങൾ നൽകി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് തന്നെ ആക്രമണകാരികളായിട്ടുള്ള നായയെ കൊല്ലാൻ ലോക്കൽ കുട്ടികൾക്ക് അനുവാദം കൊടുക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സംഘടനകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സംഘടനകൾ അതുമായി ബന്ധപ്പെട്ട നിവേദനം കേന്ദ്ര അയച്ചു കൊടുക്കാറുണ്ട്. നമുക്ക് ആ പ്രശ്നത്തിൽ ആ മന്ത്രി പറഞ്ഞ ആ കാര്യം വളരെ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന പ്രമേയം നമുക്ക് പാസ്സാക്കും. അതല്ലാതെ തെരുവ് നായ്ക്കളെ പിടിക്കാനോ കൊല്ലാനോ ഇപ്പോൾ നമുക്ക് നിയമപരമായി കഴിയും. ഇതോടെ പ്രമേയം നൽകുവാൻ കൗൺസിൽ ഐക്യകണ്ഠേന തീരുമാനിച്ചു. അമൃത ജലവിതരണ പദ്ധതിയുടെ ഭാഗമായ കുടിവെള്ള ടാങ്ക് ആനത്താവളത്തിൽ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് നഗരസഭ പിന്മാറി. ടാങ്ക് സ്ഥാപിക്കുകയാണെങ്കിൽ ദിവസേന 1.5 ലക്ഷം ലിറ്റർ വെള്ളം സൗജന്യമായി നൽകണമെന്ന ദേവസ്വത്തിന്റെ ആവശ്യം അംഗീകരിക്കാനാകുന്നതല്ലെന്ന് ചെയർമാൻ കൗൺസിലിൽ വ്യക്തമാക്കി. നഗരസഭയുടെ കീഴിലുള്ള ചാവക്കാട് ഹൈസ്കൂൾ ഗ്രൗണ്ട് ആർട്ടിഫിഷ്യൽ ടർഫ് കോർട്ടാക്കി മാറ്റിയതോടെ ഫുട്ബോൾ പരിശീലനത്തിനല്ലാതെ മറ്റൊന്നിനും കഴിയാത്ത വിധം ഗ്രൗണ്ട് നശിപ്പിച്ചതായും കായിക രംഗത്തെ നശിപ്പിക്കുന്ന സ്റ്റേഡിയമാണിതെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ കുറ്റപ്പെടുത്തി. ഒരു സ്കൂളിനെ കായികമായി അടിവേര് നടക്കുന്ന രീതിയിലാണ് അവിടെ ഒരു സ്റ്റേഡിയം പണിയ എന്ന വ്യാജനം നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിതിന്റെ തുടക്കം മുതൽ ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ്. ആ സ്കൂളിലെ കുട്ടികൾക്ക് ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കേണ്ട, കായിക പരിശീലനത്തിന് പരിഗണന കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആ സ്കൂളിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഈ നഗരസഭാ ഭരണാധികാരികൾ അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു വലിയ വീഴ്ചയാണ്. അവിടുത്തെ കുട്ടികൾ എവിടെ കായിക പരിശീലനം നടത്തും? അവിടെ ഫുട്ബോൾ മാത്രമല്ല ഒരു കായിക പരിശീലനം എന്ന് പറയുന്നത്. ഞാൻ നിരവധി തവണ ഇത് ചെയർമാന്റെ അടുത്ത് പരാതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ സ്കൂൾ പരിധിയിലെ മറ്റ് സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് കായികപരമായ വിനോദങ്ങളിൽ ഏർപ്പെടാൻ നൽകുമെന്ന് ചെയർമാൻ മറുപടി നൽകി. പറഞ്ഞ കാര്യങ്ങൾ കൂടി പോയി പരിശോധിച്ചപ്പോൾ അവിടെ മറ്റ് കായിക വിനോദങ്ങൾക്ക് സ്ഥലക്കുറവുണ്ട് എന്ന കാര്യം ഒരു വസ്തുതയും അത് പരിഹരിക്കാൻ ചില നടപടികൾ സ്വീകരിക്കും. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഉള്ള ഗ്രൗണ്ടിൽ പണിതിട്ടുള്ള അതിന്റെ ബാരിക്കേഡ് കുറച്ചുകൂടി ഗ്രൗണ്ടിനോട് ചേർത്ത് നിർത്തി അവിടെയുള്ള വിദ്യാഭ്യാസവും മറ്റേ സർവശിക്ഷാ അഭിയാന കെട്ടിടത്തിന്റെ മുൻഭാഗം മുതൽ ഏകദേശം ഇങ്ങോട്ട് വടക്കോട്ട് ചാവക്കാട് സ്കൂളിലേക്കുള്ള വഴി വരെയുള്ള പ്രദേശത്തിന്റെ ഭാഗം കുറെ കൂടി വീതി കിട്ടി. ഇപ്പൊ കഴിഞ്ഞ ദിവസം അതിന്റെ പ്രിൻസിപ്പാളുമായി സംസാരിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം ചില നിർദ്ദേശം വെച്ചിട്ട് അങ്ങനെ വന്നാൽ അത്യാവശ്യം കുട്ടികൾക്ക് മറ്റ് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ ഒരു സ്റ്റേഡിയം നിർമ്മാണം കഴിഞ്ഞ ഭരണസമിതിയുടെ തീരുമാനമാണെന്നും ഇതിന്റെ പൂർത്തീകരണം ഈ ഭരണസമിതിക്കാണെന്നും കൗൺസിലർ AS മനോജ് പറഞ്ഞു. സ്കൂളിന്റെ കായിക വിനോദത്തിന് കത്തിവെക്കുന്ന രീതിയിൽ വസ്തുതയില്ലാത്ത വിഷയങ്ങൾ പറഞ്ഞു പരത്തുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുവായൂരിൽ വനിതകൾക്കായി നിർമ്മാണം പൂർത്തീകരിച്ച സ്റ്റേ ഹോമിന്റെ ഉദ്ഘാടനം മെയ് 31 നടത്തുമെന്ന് ചെയർമാൻ യോഗത്തിൽ അറിയിച്ചു. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം?
₹1 മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ. ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര, എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ, അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആളൂക്കാരൻ ജുവല്ലറി, മുതുവട്ടൂർ, ചേറ്റുവ റോഡ്, ചാവക്കാട്, ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി, ഒരുമനയൂർ. 916 BIS ഹോൾമാർക്ക് ഗോൾഡ് and 925 sterling silver ornaments. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.